ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP കഴിഞ്ഞ കോൺഗ്രസ്. ഒരു സർപഞ്ച് പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും എന്നെ കാണാൻ വന്നില്ല. ഇത്ര ദൂരം നിന്ന്, കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് അംഗം എന്നെ കാണാൻ വന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞ ദീപകുമാർ, എന്റെ എന്തെങ്കിലും ശ്രേഷ്ഠതയല്ല. ഞങ്ങളുടെ നാട് ഇങ്ങനെ ഒരു സാഹോദര്യത്തിന്റെ നാടാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു നോർവീജിയൻ ജേർണലിസ്റ്റിന് മാത്രമേ പറ്റൂ. ഇന്ത്യയിലെ പത്രപ്രവർത്തകർ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അണിചേരും. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കർമ്മോത്സുകനായ വികസന നായകനായി നരേന്ദ്രമോദി വൈബ്രന്റ് സമ്മിറ്റിലൂടെ ഉരുത്തിരിക്കും. നോക്കുക, എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലപരമായിട്ടുള്ള വർഗീയ കലാപങ്ങൾക്കപ്പുറത്ത് കോർപ്പറേറ്റുകളുടെ ഒരു സന്നിവേശത്തിലൂടെ ഒരു ഡെസ്പോട്ട്, ഒരു ഫാസിസ്റ്റ് ഉദിച്ചു. ഈ ടെഹ്റാനില് ഒരു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് അമേരിക്ക ബോംബ് വർഷിച്ച് 185 കുഞ്ഞുങ്ങളെ ഉരുക്കിയെടുത്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നിശബ്ദം പാലിച്ചു. പാർലമെന്റിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ട് ഇന്ത്യയുടെ ഈ മൗനത്തെ കുറിച്ച് പരാതിപ്പെടാറുണ്ട്. പക്ഷേ വിശ്വപൗരനായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തിന്റെ MP ഒരു പത്രത്തിൽ എഴുതി, സൈലൻസ് ഈസ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. നിശബ്ദത എന്ന് പറയുന്നത് നയതന്ത്രത്തിന്റെ മറ്റൊരു രൂപമാണ്. നോക്കുക, എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ 2 അംഗങ്ങൾ ഈ നിശബ്ദതയാണ് ഏറ്റവും മികച്ച നയതന്ത്രജത എന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിക്കാനോ അതിനെ ഖണ്ഡിക്കാനോ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിന് കഴിയാതെ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ എഴുതിയ നവഫാസിസവും നവലോകക്രമവും എന്നുള്ള പുസ്തകം ഇവിടെ ഔപചാരികമായി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ പ്രദീപ് കുമാർ പുസ്തക പരിചയം സമഗ്രമായി തന്നെ ഒന്നും വിട്ടുപോകാതെ ദിഷണാപരമായി കെട്ടി കൈകാര്യം ചെയ്ത ഓരോ അധ്യായങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് ഇവിടെ സംസാരിച്ച എൻ്റെ ഇളയ സഹോദരൻ AM ഷിനാസിനെ ഞാൻ എത്ര കാലമായിട്ട് അറിയാം? 1989 ഒരു മുലപ്പാല് കുടിക്കുന്ന ഒരു പയ്യന്റെ രൂപത്തിൽ ഡൽഹിയിൽ വന്നാണ് ഷിനാസ്. അന്ന് എത്രയാണ്? 17 വയസ്സ്. ഡൽഹിയിൽ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ കയ്യിലേക്ക് ഹമീദ് ചെന്നമംഗലൂർ ഇങ്ങനെ കൈമാറി ഷിനാസ്. അത് കഴിഞ്ഞ് ഷിനാസ് സോവിയറ്റ് യൂണിയനിലേക്ക് പറന്നു. ഡോക്ടറാകാനുള്ള ഒരു പോക്കായിരുന്നു. യഥാർത്ഥത്തിൽ ഈ KT എഴുതിയ പുസ്തകത്തെക്കാൾ മികച്ച ഒരുപാട് വോളിയംസ് വേണം ഇറക്കാൻ കഴിയുന്ന അനുഭവമുള്ള ആളാണ് ഈ ഷിനാസ്. സോവിയറ്റ് യൂണിയൻ. ആ ഷിനാസ് ജീവിതം പല രൂപത്തിലും ഭാവത്തിലും മാറ്റി ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ചരിത്രകാരനായി ഉരുത്തിരിഞ്ഞതിനുള്ള സന്തോഷം കൂടി ഞാനിവിടെ പറയട്ടെ. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ എൻ്റെ സ്നേഹിതൻ KP രാമനുണ്ണി, പ്രഭാഷണം നടത്തുന്ന KN, ഞാൻ KNോട് പറയരുത്. ഞാൻ മാധ്യമപ്രവർത്തനം ആരംഭിച്ച സമയത്തുനിന്ന് KNും ഷിനാസിന്റെ വാപ്പയും ഒക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് പ്രദീപ്. പക്ഷെ അന്നത്തെ KN തന്നെയാണ് ഇന്നത്തെ KN. ഒരു രൂപത്തിലൊന്നും ഒരു മാറ്റം. നമ്മുടെ കോയമ്പൂതിനോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു മാറ്റവും അതേ തോന്നി. 35-40 വർഷമായിട്ടുണ്ടാവും. ആശംസ മെഹബൂബയും ഒന്നല്ലേ വരാമെന്നിട്ട് ഫസൽ ഗബു, അജിത, ശ്രീ PK പാറക്കടവ്, ഡോക്ടർ ജയപ്രസാദ്, KK രമേശ്, ഫാത്തിമ സൂറ, പിന്നെ ഈ ഒരു ചടങ്ങിന്റെ കേന്ദ്രബിന്ദു ഇന്നത്തെ താരം KT, നന്ദി പറയുന്ന KV ശശി, സുഹൃത്തുക്കളെ, ചില ആൾക്കാരൊക്കെ
പെരുന്നാളിന്റെ ഒരു ആലസ്യത്തിൽ ഉറക്കത്തിലേക്ക് വഴുതുന്നതായി ഞാൻ കാണുന്നുണ്ട്. നല്ല ഭക്ഷണം കഴിച്ചതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും. അതുകൊണ്ട് അവരുടെ ഉറക്കത്തിന് വലിയ ഭംഗമില്ലാതെ എന്നെ ഏൽപ്പിച്ച ഈ ചുമതല നിർവഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കുഴപ്പമില്ലല്ലേ? ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കെട്ടി കൈകാര്യം ചെയ്ത വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളവർ. ഇപ്പം തൊന്നീപ് നമ്മുടെ പാപ്പുണ്യ മാഷെ കുറിച്ച് പറയുക, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഭൗമശാസ്ത്രത്തെ ഇത്രയും ലളിതമായി നമ്മുടെ ജീവിത പരിസരവുമായി വിളക്കി ചേർത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിപാദനങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഹൃദ്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഓരോരുത്തരും എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാനിവിടെ ഈ പുസ്തകത്തിന്റെ അധ്യായങ്ങളിലൂടെ ഷിനാസ് കടന്നുപോയ സ്ഥിതിക്ക് മാത്രമല്ല, ഷിനാസ് ഈ പുസ്തകം വായിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. കാരണം വെച്ചാൽ ഓരോ അധ്യായത്തിലും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഞാനും ഈ പുസ്തകം ഒന്ന് ഓടിച്ചേ വായിച്ചു. കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതായതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത നെഞ്ചിൽ ഏറ്റുവാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും വായിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടിയതിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല 128 പേജിൽ, അല്ലെ 128 പേജല്ലേ, അതെനിക്ക് കൃത്യമായി ഓർമ്മയില്ല. 128 പേജിൽ ഫാഷിസത്തിന്റെ ആവിർഭാവം മുതൽ അതിന്റെ ഋതുഭേദങ്ങൾ വരെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ പരിസരത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ അദ്ദേഹം പരാമർശിച്ച് പോയിട്ടുണ്ട്. അതിൽ നാസി ജർമ്മനിയുണ്ട്, ഹിരോഷിമയുണ്ട്, വെസ്റ്റ് ഏഷ്യയുണ്ട്, ഇപ്പോഴത്തുള്ള ഇറാൻ ഉൾപ്പെടെയുള്ള, ഗാസ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം കോർത്തിണക്കിക്കൊണ്ട് വളരെ ലളിതമായ രൂപത്തിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ഈ നവഫാഷിസം ബാധിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പ്രതിപാദിച്ചു. ഈ ഷിനാസ് ഇങ്ങനെ വളരെ ഗഹനമായ രീതിയിൽ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു കുറിപ്പ്, ഒരു ഉദ്ധരണി ഞാൻ എൻ്റെ ഫോണിലേക്ക് ഞാൻ പകർത്തി വെച്ചു. എന്താ കാരണം എന്ന് വെച്ചാൽ, ചരിത്രകാരനായിട്ടുള്ള ഷിനാസിന്റെ മുമ്പിൽ ഒരു മാധ്യമപ്രവർത്തകനായ ഞാൻ പിന്നോട്ട് പോകാവുന്നത് ശരിയല്ല എന്ന് എൻ്റെ സ്നേഹിതനായ അബൂബക്കർ മുഖഭാഗത്തിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തി. അത് മറ്റൊന്നുമല്ല, അത് ഗ്രാംഷി പോലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കാം ഈ ഫാഷിസവും നവഫാസിസവും ഒക്കെ നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കാൻ പോകുന്നതെന്ന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുറിച്ചിട്ടുണ്ട്. ഒരു ഉദ്ധരണിയാണ്, when culture becomes propaganda and dissent becomes treason, democracy stands in danger. നമ്മുടെ ഇന്നത്തെ കാലിക ഇന്ത്യയുടെ ഒരു നേർരേഖയാണ് ഗ്രാംഷി പറഞ്ഞു വെച്ചത്. കേട്ടതിൻ്റെ അകത്ത് നവലിബറലിസം പകരുന്ന പ്രതിസന്ധിയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ഫാഷിസ്റ്റുകൾ ഉദിച്ചുയരുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതും യഥാർത്ഥത്തിൽ ഗ്രാംഷി പ്രതിപാദിച്ചിട്ടുണ്ട്. A society in moral crisis often seeks salvation in a strong man. ഒരു വികൃതയാർന്ന ഒരു സമൂഹത്തിൽ ജനങ്ങൾ ഒരു ശക്തനെ എപ്പോഴും തേടും. അതാണ് പലപ്പോഴും പല രാജ്യങ്ങളെയും ഫാഷിസത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ത്താൻ വഴിവെച്ചത്. ഇനി ഞാൻ ഇതേക്കുറിച്ചൊന്നും പറയില്ല. എൻ്റെ തന്നെ അനുഭവങ്ങൾ മാത്രം ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഇപ്പോൾ
ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ഭാഗമായ ഒരു വ്യക്തിയാണ് ഞാൻ. 1988 മുതൽ ഇന്ത്യൻ പാർലമെന്റ് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകരാണ്. എന്നെ ഇവിടെ പ്രദീപ് കുമാർ പരിചയപ്പെടുത്തിയപ്പോൾ പ്രദീപ് കുമാർ സ്വാഗത പ്രസംഗിയും പരിചയപ്പെടുത്തിയപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയും. സത്യം പറഞ്ഞ് ഞാനെങ്ങനെ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു അടിക്കുറിപ്പ് ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇന്ന് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം മാപ്ര എന്ന് വിളിച്ച് അവരെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എങ്കിലും 1988 മുതൽ എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റ് മാറി മറിഞ്ഞത്? അന്നത്തെ പാർലമെന്റിന്റെ ഒരു നിഴൽ പതിപ്പായി മാത്രം ഇന്നത്തെ പാർലമെന്റ് മാറുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്റെ കാതുകൾ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഷിനാസ് പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ ഇങ്ങനെ കേവി ചെയ്യുമ്പോൾ ഫാഷിസം ഇങ്ങനെ തലപൊക്കുന്നത്? ഒരു ജനാധിപത്യ പ്രക്രിയയെ നിലനിർത്തണമെങ്കിൽ കേവലം എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതല്ലെങ്കിൽ ലെജിസ്ലേച്ചർ, മീഡിയ, ഇങ്ങനെയുള്ള നെടുന്തൂണുകൾക്കപ്പുറത്ത് ചെറിയ 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 സ്ഥാപനങ്ങൾക്കും പ്രസക്തിയുണ്ട്. അതിലൊരു കോളേജ് ആകാം, ഒരു യൂണിവേഴ്സിറ്റി ആകാം, ഒരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ് ആകാം. പക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ ഈ സമസ്ത തലങ്ങളെയും ഗ്രസിക്കുന്ന ഒരു ഫാഷിസ്റ്റ് പ്രവണത നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുത്തിരിക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ ഞാൻ പോയിരുന്നു. ഒരു പക്ഷെ ആരെങ്കിലും ഇവിടെ ഫേസ്ബുക്കൊക്കെ കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കോട്ട്ദ്വാർ, ഇവിടെ ഉത്തരാഖണ്ഡിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാ? ഉത്തരാഖണ്ഡിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടാ? ഉത്തരാഖണ്ഡിൽ എവിടെ പോയി? ഓ, ഭക്തിമാർഗത്തിലാണോ? അതിനുള്ള വയസ്സൊന്നും ആയിട്ടില്ല. മസൂറിൽ പോയി. അപ്പൊ ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ള കോട്ട്ദ്വാറിൽ ഞാൻ പോയി. പോകാൻ മറ്റൊന്നുമല്ല, കാരണം ഒരു ജിംനേഷ്യം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ദീപക് കുമാർ, അദ്ദേഹം ആകസ്മികമായ ഒരു പ്രതിസന്ധിയിലേക്ക് അകപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശീകരിക്കപ്പെട്ട മാനവികതയുടെ ചില മുകുളങ്ങൾ അദ്ദേഹത്തെ പ്രതികരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു പ്രതിസന്ധിയിലേക്ക് ആഴ്ന്നു പോയി. കോട്ട്ദ്വാറിലെ ഒരു മുസ്ലിം കച്ചവടക്കാരൻ വക്കീൽ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പിടിയിലേക്ക് ബജ്റംഗ് ദളിന്റെ കുറെ ആൾക്കാർ ഇരച്ചു കയറി. അവർക്ക് ഒറ്റ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പേര് ബാബ ടെക്സ്റ്റൈൽസ് എന്നാണ്. ബാബ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവമാണ്. ഈ പേര് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പീഡിക നടത്താൻ കഴിയില്ല. 2 വട്ടം വന്നു. 3-ാം വട്ടം അദ്ദേഹത്തെ നിർബന്ധപൂർവം കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിഴച്ചു. ഇപ്പൊ തൊട്ടപ്പുറത്ത് ഒരു പീഡികയിൽ ഇരുന്ന ദീപക് കുമാർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ജിംനേഷ്യം നടത്തുന്ന, അദ്ദേഹത്തിന്റെ ആത്മരോഷം അണപൊട്ടിയൊഴി. ഒരാളും പ്രതികരിക്കുന്നില്ല. ഒരു പാവപ്പെട്ട രോഗിയായ പാർക്കിൻസൺസ് രോഗത്തിന് അടിപ്പെട്ട ഒരു മുസ്ലിം കച്ചവടക്കാരനെ ഇങ്ങനെ എവരുടെയും മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ വലിച്ചിഴച്ച റോഡിലേക്ക് എറിയുന്നൊരു അവസ്ഥ വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇടപെട്ടു. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ബന്ധിവയോധികനായ ഈ കച്ചവടക്കാരനെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പീഡിക മുറിയിൽ നിന്ന് പുറത്താക്കുക? എനിക്ക് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ മുഹമ്മദ് ഖാനെ അറിയാം. എന്റെ പിതാവ് മരിച്ചപ്പോൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ മുടിയിൽ തഴുകി, മോനെ നിനക്കൊരു അച്ഛനുണ്ട്, ബാപ്പയുണ്ട്, അത് ഞാനാണ് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച ഒരു വ്യക്തിയാണ്. എന്ത് കാരണത്തിലാണ് നിങ്ങൾ അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ച് പുറത്താക്കുന്നത്? അപ്പോൾ ഈ 150ഓളം വരുന്ന
നിങ്ങൾ ഓർക്കണം, റിപ്പബ്ലിക് ദിനത്തിലാണ് സംഭവിക്കുന്നത്. അതായത് ഏവരെയും ചേർത്ത് നിർത്തണമെന്നും സാഹോദര്യത്തിന്റെ പ്രതലമാണ് നമ്മുടെ ഭാരതത്തിന്റെ അടിത്തറയെന്നും നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ഭരണഘടനയെ വീണ്ടെടുക്കാൻ വേണ്ടി, ഉറപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ദിനത്തിലാണ് ഈ സംഭവം എന്ന് ഓർക്കുന്നത്. അപ്പോൾ ഇയാളുടെ മസിലൊക്കെ നമ്മുടെ ജോജു സിറീഖിനെ പോലെ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഈ മസിലൊക്കെ കണ്ടിട്ടായിരിക്കാൻ പാടില്ല. അവർക്ക് ചെറിയ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ വർഗീയവാദികൾ പേടിച്ചു ദൂരികളാണ്. നെഞ്ചെടുത്ത് ആരെങ്കിലും നിന്നാൽ അവർ പിന്തിരിക്കും. അത് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ നിന്നാൽ മതി, ഇവരെല്ലാം പിന്തിരിഞ്ഞു പോകും. അവർക്ക് ഭയമാണ്. പക്ഷെ നിൽക്കണം, നെഞ്ചു വിരിച്ച് നിൽക്കണം. എന്നെങ്കിലും നിങ്ങൾ തല കുമ്പിട്ടാൽ അവർ നിങ്ങളുടെ മുറിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞത് ഗാന്ധിജി. അപ്പോൾ ഈ ദീപക് കുമാർ ഇങ്ങനെ ഇവരെ തടഞ്ഞപ്പോൾ ഇവരുടനെ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അപ്പം ഉത്തരേന്ത്യയിൽ ഇന്ന് സംജാതമായിരിക്കുന്ന ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമിന് വേണ്ടി ഒരു ഹിന്ദു ഒരിക്കലും രംഗത്ത് വരില്ല. ഹിന്ദു എന്ന് പറയുന്നത് മുസ്ലിമിനെ ഭ്രഷ്ട് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് ചിന്തിക്കുന്ന ഒരു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രം അവിടെ മേഘപാളികൾ പോലെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ദീപക് കുമാർ പറഞ്ഞു, പൊട്ടുന്നല്ലേ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. ആകസ്മികമായി ഒരുപക്ഷെ ലെനിനൊക്കെ പറഞ്ഞ പോലെ ഏതെങ്കിലും ചെറിയ നിമിഷത്തിലായിരിക്കും ഒരു മനുഷ്യൻ കടകുടഞ്ഞ് എഴുന്നേക്കെന്ന് പറയുന്ന പോലെ അയാൾ പെട്ടെന്ന് പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ്. അപ്പൊ ഈ ബജ്രാന്നുള്ള ആൾക്കാർ അവരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാപാലിക കൈപ്രയോഗങ്ങളൊക്കെ അവർ അവരുടെ മൊബൈൽ ഫോണുകൾ തന്നെ കവർ ചെയ്യും. അപ്പോൾ ഈ രംഗങ്ങളൊക്കെ അവർ കവർ ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്തിനാണ്? ആൾക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ഈ ഒരു ഉള്ളടക്കം മാത്രം ഒരു വിപരീത തലത്തിലേക്ക് പാഞ്ഞു. ഈ ഉള്ളടക്കം എനിക്ക് എത്തിയപ്പോൾ ഞാൻ പാർലമെന്റ് സമ്മേളനമുള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് പോകണം. എന്താ കാരണം? ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഈ നമ്മുടെ പ്രതീക്ഷയൊക്കെ ഇങ്ങനെ ചോർന്നില്ലാതാകുന്ന അന്തരീക്ഷത്തിലെ മാനവികതയും മതസൗഹാർദ്ദവും ഒക്കെ നേർത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു തുരുത്തിൽ, അതും ദേവഭൂമി എന്നാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നത്. ദേവന്മാരുടെ പേരിലേക്ക് ഒരു സംസ്ഥാനത്തെ ചാർത്തി, അത് വേറൊരു വിഷയമായോണ്ട് അതിലേക്ക് ഞാൻ വരുന്നത്. അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ചെന്നു. 6 മണിക്കൂർ യാത്രയുടെ ഡൽഹിയിൽ നിന്ന് അവിടേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അത്ഭുതമാണ്. എന്നോട് ദീപക് കുമാർ പറഞ്ഞു, ദീപക് കുമാർ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു കുഞ്ഞ്, നിർധനയായ അമ്മ, ഒരു ചായപ്പീടിക നടന്നു. ചായപ്പീടി എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴിക്കോടിന്റെ നിലവാരത്തിലുള്ള ചായപ്പീടിയൊന്നും അല്ല, ഒരു സ്റ്റവ് എടുത്ത് വെച്ചിട്ടുള്ള. അപ്പൊ അയാളോട് പറയുകയാണ്, ഇവിടെ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP കഴിഞ്ഞ കോൺഗ്രസ് ആണ്. ഒരു സർപഞ്ച് പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും എന്നെ കാണാൻ വന്നില്ല സർ. ഇത്ര ദൂരം നിന്ന്, കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് അംഗം എന്നെ കാണാൻ വന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ദീപക് കുമാർ, ഇത് എന്റെ എന്തെങ്കിലും ശ്രേഷ്ഠതയല്ല. ഞങ്ങളുടെ നാട് ഇങ്ങനെ ഒരു സാഹോദര്യത്തിന്റെ നാടാണ്. കേരളത്തിന്റെ ഈ മതസൗഹാർദ്ദം ചെറിയ പതിപ്പിലെങ്കിലും രൂപത്തിലെങ്കിലും ഈ ഇരുണ്ട കാലഘട്ടത്തിൽ, ഇരുണ്ട ഭൂമിയിൽ ആരെങ്കിലും ഒരു നുറുങ്ങ് വെട്ടം പോലെ തെളിക്കുമ്പോൾ നിങ്ങളെ കാണണമെന്നുള്ള ഒരു ഉൾവിളി എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ നിന്നറിഞ്ഞു, അദ്ദേഹത്തിന്റെ കടബാധ്യതകളെ ഇരട്ടിച്ചു. ജിമ്മിൽ നിന്ന്
ആൾക്കാരെല്ലാം പോയി. ഭയപ്പെടുത്തിയ ആൾക്കാരെ അവർ ആട്ടിപ്പായിച്ചു. അദ്ദേഹം ആ ജിമ്മ് പൂട്ടാൻ പോവുകയാണ്. അപ്പൊ ഞാൻ MAB സഖാവിനോട് പറഞ്ഞു, നമുക്കൊന്നുകൂടി ഒന്ന് പോകണം. അദ്ദേഹത്തിന്റെ കടബാധ്യത 3 ലക്ഷം 4 ലക്ഷം രൂപയാണ്, വാടക കൊടുക്കാനില്ല. പക്ഷേ മലയാളികൾ, നല്ല മനസ്സുള്ള മലയാളികൾ ഒന്ന് ചെറുവിരൽ അനക്കിയാൽ അദ്ദേഹത്തെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, കേരളത്തിൽ ഇരുന്ന് നിങ്ങൾ ഇതേക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതിലെന്താണ് പുതുമയുണ്ടായിരുന്നു. പക്ഷെ ഉത്തരേന്ത്യയിൽ ഈ ഫാഷിസം അതിൻ്റെതായ എല്ലാ വൈകൃതങ്ങളോടും കൂടി ഇങ്ങനെ തിമിർത്താടുമ്പോൾ ഇതുപോലുള്ള നുറുങ്ങുവെട്ടങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ദിശാബോധം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ഇവിടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. എനിക്കിപ്പോഴും ഞാനിതും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. സദ്ദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി അമേരിക്കയുടെ അവസാന യുദ്ധ സമയത്ത് ബാഗ്ദാദിൽ പോകാൻ ഭാഗ്യമുണ്ടായ ഒരു മാധ്യമ പ്രവർത്തകൻ. അപ്പം ഈ മാധ്യമങ്ങളുടെ ഒരു രീതി എന്താണെന്ന് ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കുറിച്ച് ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ പണ്ട് ചിന്തിച്ചിരുന്നത് നമ്മളെക്കാളും മികച്ച ആൾക്കാർ, കേമന്മാർ, വസ്തുനിഷ്ഠമായിട്ട് റോയിട്ടേഴ്സ്, AP, AFP എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിലവാരമുള്ള, അബൂബക്കർക്ക് അങ്ങനെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്, നിലവാരമുള്ള ആൾക്കാർ. പക്ഷെ എത്രത്തോളം പക്ഷപാതിത്വം രൂഢമൂലമായി അവരുടെ പ്രസംഗത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ബാഗ്ദാദിൽ. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് ഒരു പ്രതിമ, നമ്മുടെ സമയം പോകുന്നുണ്ടാ പറഞ്ഞ മിനിറ്റ്, ഓക്കെ, ഡമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് പോകണം. അപ്പൊ ഈ നമ്മുടെ ഈ കള്ള ടാക്സി പോലെ ഉള്ള ചില കണ്ടം ചെയ്ത ചില വിമാനങ്ങളാവും. അപ്പൊ ഈ ഡമാസ്കസ് വിമാനത്താവളത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഈ കള്ള ടാക്സിക്കാർ വരും, നിങ്ങൾക്ക് ബാഗ്ദാദിലേക്ക് പോകണമെങ്കിൽ എന്ന് പറഞ്ഞ് $200 അപ്പൊ തന്നെ മേടിക്കും. ടിക്കറ്റ് ഒന്നുമില്ല. ആ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എയർ ഹോസ്റ്റസുമാരും വലിയ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന്, ഒന്നുമില്ല. സീറ്റ് ബെൽറ്റ് പോലും. അപ്പൊ അങ്ങനെ വിമാനത്തിൽ കയറി ഞങ്ങൾ പോകുമ്പോൾ റോയിട്ടേഴ്സിന്റെ ഒരു ലേഖകൻ എന്നോട് ചോദിച്ചു, എന്നെ എന്റെ ക്യാമറമാനുണ്ട്, നിങ്ങൾ ഈ ഒരു ഇറാഖ് വാർ കവർ ചെയ്യാൻ വേണ്ടി ഇത്രയും ദൂരം നിന്ന് വരേണ്ട കാര്യം എന്താണ്? ഞങ്ങളൊക്കെ കവർ ചെയ്തിരില്ലേ? ഞങ്ങളല്ലേ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലുമുള്ള ചാനലുകൾക്ക് ഞങ്ങൾ നൽകുന്നത്? എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ഞാനും വിചാരിച്ചു ഒരു അബദ്ധമായി പോയോ എന്താ. കാരണം വെച്ചാൽ ഈ ഫ്ലൈറ്റിന്റെ രൂപമൊക്കെ കണ്ടപ്പോൾ ഇത് അവിടെ എത്തുമെന്നുള്ളൊരു സംശയം. അവിടെ എത്തി. നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരുന്ന ദൃശ്യങ്ങളെന്ന് നരകതുല്യമായ ജീവിതം, മനുഷ്യരെ പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു തരത്തിലും സ്ഫോടനങ്ങൾ, അരാജകത്വം, അരക്ഷിതാവസ്ഥ. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇറാഖ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതുവരെ എന്റെ മനസ്സിലേക്ക് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പകർന്നു നിന്ന ദൃശ്യങ്ങളുണ്ടായി. ബാഗ്ദാദിലെത്തി. നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. രാജവീതികൾ പോലുള്ള റോഡുകൾ, ബാഗ്ദാദിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന തെളിനീര് പോലെ ഒഴുകുന്ന ടൈഗ്രിസ് നദി. ഇതൊക്കെ നമ്മളിവിടെ ചരിത്ര പുസ്തകത്തിൽ ഒരു ഓട പോലും ആ ഒരു നദിയിലേക്ക് തിരിച്ചു വെക്കരുത് എന്ന് നിഷ്കർഷയുള്ള ഒരു ഭരണകൂടം. നമ്മളെക്കാൾ മികച്ച പൊതുവിതരണ സമ്പ്രദായം. ആ പൊതുവിതരണ സമ്പ്രദായത്തിൽ മട്ടൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം കോഴിക്കോട് പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം സജീവമായൊരു ആ ഒരു പ്രദേശത്തെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒരു പൈശാചികതയുടെ ഏറ്റവും വലിയ പാരമ്പര്യത്തിൽ പ്രതിഷ്ഠിച്ചത്. 2 ആഴ്ചയോടെ ഉണ്ടായിരുന്നു. നമ്മുടെ
ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ചത്, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ ഒരുപാട് ഏടുകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുളമ്പടി നാമം കേട്ട സ്ഥലം, ബേബൽ ഗോപുരം, നെബുക്കദ്നേസർ, സെന്റ് തോമസ് ദക്ഷിണേന്ത്യയിലേക്ക് കപ്പൽ കയറി എന്ന് പറയുന്ന ബസ്ര, യേശുക്രിസ്തു സംസാരിച്ചു എന്ന് പറയുന്ന അരാമിക് ഭാഷ, എന്തിനേറെ ലോകത്തിന്റെ ഏറ്റവും മികച്ച സംസ്കൃതികളിലൊന്നായ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ നിറവകാശി, ചക്രവും കലപ്പയും ഒക്കെ ലോകത്തിന് സമ്മാനിച്ച ഒരു പൗരാണിക സംസ്കാരം. ഇന്ന് ഷിനാസ് പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുക, എങ്ങനെയാണ് ഈ പശ്ചിമേഷ്യ ഈ തീവ്രവാദത്തിന്റെ ഒരു ഈറ്റില്ലമായി മാറി? ഇറാഖിന്റെ പതനത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അൽ-ഖ്വയ്ദ പോലുള്ള സംഘങ്ങൾ ലോകത്ത് പൊട്ടിമുളയ്ക്കുന്നത്. ആ സംഘങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ പ്രചോദനം, ഒസാമ ബിൻ ലാദൻ. എനിക്കിപ്പോഴും അമേരിക്കയുടെ ഒരു നയതന്ത്രജ്ഞനോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം അനൗപചാരികമായി പറഞ്ഞൊരു കാര്യം, അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് ഋജുരേഖയിലൂടെ പോകുന്നതല്ല, ഒരുപാട് കുനിപ്പുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ കുനിപ്പായിട്ട് അദ്ദേഹം കാണിച്ചു തന്നത്, ഞങ്ങൾ സൃഷ്ടിച്ചു ഒസാമ ബിൻ ലാദൻ. ആ ഒസാമ ബിൻ ലാദനെ വെച്ച് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നജീബുള്ളി തകിടം മറിച്ചു, അഫ്ഗാനിസ്ഥാനിലെ ഭരണം പിടിച്ചു. അതിനുശേഷം ഒസാമ ബിൻ ലാദൻ ഞങ്ങൾക്കെതിരെ, ഞങ്ങൾ പാകിസ്ഥാനിൽ പോയി അദ്ദേഹത്തെ ഒക്കെ വരുത്തി. ഇങ്ങനെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം നീങ്ങുന്നത്. നോക്കുക, നമ്മുടെ ഇപ്പോഴത്തെ കേട്ടി ഇതിന്റെ പല രൂപഭേദങ്ങളും പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പാശ്ചാത്യ ലോകം ഇതുപോലുള്ള ഭീകരതയ്ക്ക് ഉലയൂതുന്നത്. നാസി ജർമ്മനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. എനിക്കൊന്ന് ന്യൂയോർക്ക് ടൈംസ് കൊടുത്തത്. അതൊരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരൊക്കെ അല്ലെങ്കിൽ ദിഷണാപരമായ പ്രതലങ്ങളിൽ വിഹരിക്കുന്ന ആൾക്കാരെ വായിക്കേണ്ട ഒരു അഭിമുഖമാണ്. ഹിറ്റ്ലറിന്റെ ഉദയത്തിന്റെ സമയത്താണ് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്തു, രക്ഷപ്പെട്ടു പോവുകയും അദ്ദേഹം പിന്നീട് സുരക്ഷിതമായിട്ടുള്ള തുരുത്തുകളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ജർമ്മനിയെ വീക്ഷിച്ച ശേഷം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഹിറ്റ്ലറിന് വേണ്ടി വോട്ട് ചെയ്തവർ ഹിറ്റ്ലർ ഒരു വിപത്താകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഹിറ്റ്ലറിനെ അറിയാത്തതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവർ ഒരു രസത്തിന് വേണ്ടി വോട്ട് ചെയ്തു. ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്ത പല ആൾക്കാരും ഹിറ്റ്ലറിന് വോട്ട് ചെയ്ത രൂപത്തിൽ തന്നെ ഒരു വിപത്താകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രസത്തിന് വോട്ട് ചെയ്തവരുണ്ട്. ഞാനങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, നാസി ജർമ്മനിയിൽ വീശിയടിച്ച ഒരു സൈക്കിക് ഡിസ്റ്റർബറിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ മനോരോഗം എന്ന് പറയും. ഒരു മനോരോഗമാണ്. ഞാൻ ഇന്ന് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ ചിന്തിക്കുമ്പോൾ ഇതേ മനോരോഗമല്ലേ നമ്മളെ ബാധിച്ചിരിക്കുന്നത്? എന്തെങ്കിലും വ്യത്യാസം? അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, അന്ന് ജർമ്മനിയിലെ വിദ്യാർത്ഥി സമൂഹവും അക്കാഡമിക് സമൂഹവും എഴുത്തുകാരും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഹിറ്റ്ലർ എന്നുള്ള വിപത്തിനെ നേരിടാൻ കഴിയുമായിരുന്നു. അവരൊന്നൊന്നായി, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒന്നൊന്നായി അതിലേക്ക് കൂപ്പുകുത്തിപ്പോയി. നോക്കുക, 140 മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ ഇന്ത്യയെങ്കിൽ 12 വർഷം കൊണ്ട് 17 പടി താഴേക്ക് പോയി 157. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു നോർവീജിയൻ ജേർണലിസ്റ്റിന് മാത്രമേ പറ്റൂ. ഇന്ത്യയിലെ പത്രപ്രവർത്തകർ ഒക്കെ എവിടേക്ക് എത്തി? മദർ ഓഫ് ഡെമോക്രസി എന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ ഒരു ഡെമോക്രസി സാർത്ഥകമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂട് എന്ന് പറയുന്നത് റീസണബിൾ, ഉണ്ട് പത്രപ്രവർത്തകരുടെ ഉണ്ടല്ലോ, റീസണബിൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീഡിയം. പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഏറെക്കുറെ സ്വാതന്ത്ര്യമുള്ള
ഒരു മാധ്യമ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യത്തെ ജനാധിപത്യം വിളിക്കാൻ പറ്റൂ. 12 വർഷക്കാലമായിട്ട് ഒരു പത്രസമ്മേളനവും നടത്താത്ത ഒരു ഭരണാധികാരി ഞങ്ങളാണ് ജനാധിപത്യത്തിന്റെ അമ്മ എന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഉദ്ഘോഷിക്കുമ്പോൾ അതിന്റെ അത്രയും അപഹാസ്യമായിട്ടുള്ള എന്ത് പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ പ്രധാനമന്ത്രിയും നടത്തിയ പത്രസമ്മേളനങ്ങളുടെ കണക്കുകൾ വരുന്നു. നരേന്ദ്രമോദി മൗൻമോഹൻ സിംഗ് എന്നാണ് ആരെ ആക്ഷേപിച്ചത്. മൻമോഹൻ സിംഗ്, മോഹൻ സിംഗ്, മൗനമുള്ള മോഹൻ സിംഗ്. ആ മൗനിയായ പ്രധാനമന്ത്രി 140 പത്രസമ്മേളനം, സമ്പൂർണ്ണ പത്രസമ്മേളനം. ഞാൻ ഈ സമ്പൂർണ്ണ പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഒരുപാട് പത്രസമ്മേളനം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാത്ത കൊണ്ട് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2 3 തവണ വിദേശത്ത് പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് സ്വദേശത്ത് യാത്ര ചെയ്യുമ്പോഴും വിദേശത്ത് യാത്ര ചെയ്യുമ്പോഴും അവരുടെ വിമാനത്തിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകരെ കൊണ്ടു. അദ്ദേഹത്തിലൂടെ പല രാജ്യങ്ങളിലും പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ടർബക്കിൽ വെച്ച്, അതായത് എയർപോർട്ടിൽ വെച്ച്, ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് ഇന്ത്യയിലെ പത്രപ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന. ഒന്ന് രാവണന്റെ ഒന്ന് എണ്ണിക്കോളും കേട്ടാ, കെ പി രാവണൻ ഒന്ന് എണ്ണിക്കോളും. ഒന്ന് അവിടെ വിമാനത്തിൽ കയറി അങ്ങോട്ടുള്ള പോക്കിൽ ആ വിമാനത്തിലെ മാധ്യമ സംഘവുമായി അദ്ദേഹം രണ്ടാമത് സംവദിക്കും. അപ്പൊ 2ആയി. ഏത് രാജ്യത്തേക്കാണോ അദ്ദേഹം പോകുന്നത് ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ തലവനുമായി ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം. അപ്പൊ 3ആയി. ആ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ 2 രാഷ്ട്രത്തലവന്മാരും അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ദി ഗവൺമെന്റ് ഇരു സംഘങ്ങളുടെയും ചോദ്യങ്ങൾക്കും പ്രതികരിക്കും. 3ആയി. തിരിച്ച് മടങ്ങുന്ന വഴിയിൽ വീണ്ടും പ്രധാനമന്ത്രി വിമാനത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആ സംഘം 25 30 ഉള്ള മാധ്യമ സംഘത്തിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കും. എത്രയായി? 1 2 3 4. തിരിച്ച് ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ ഡൽഹി എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ അവിടെയുള്ള ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ട് അവരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കും. 5 തവണ. 5 ഇന്ററാക്ഷൻസ് ഒരു പ്രധാനമന്ത്രി. ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യം സാർത്ഥമാകുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങളിലൂടെയാണ്. ഒരു പ്രധാനമന്ത്രി വിദേശത്ത് പോയി എന്തിനു വേണ്ടിയാണെന്നും അവിടെ അദ്ദേഹം ഒപ്പുവെച്ച ഓരോ കരാറിന്റെ വിശദാംശങ്ങളും ഈ 5 സംവാദങ്ങളിലൂടെ ഇതൾ വിരിയുക. ഇന്ന് ഈ 5 ഘട്ട പത്രസമ്മേളനങ്ങൾ പോയിട്ട് ഒരു വിനിമയം പോലും ഇന്ത്യയിൽ നോക്ക് എങ്ങനെ. അതുകൊണ്ടാണല്ലോ നോർവീജിയൻ ആ പെൺകുട്ടി ചോദിച്ചത്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതെ. എങ്ങനെയാണ് സ്ഥാപനങ്ങൾ തകരുന്നത്? എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനം? ഇപ്പൊ നവഭാസിസ് എന്നുള്ളത് കേട്ടിനകത്ത് കൃത്യമായി പറയുന്നു. ഒരു ക്ലാസിക്കൽ ഫാഷിസത്തിന്റെ അപ്പുറത്ത് ഇതുപോലുള്ള ന്യൂവൻസസിലൂടെയാണ്, അതല്ലെങ്കിൽ ഇതുപോലുള്ള കുറുക്ക് വിദ്യകളിലൂടെയാണ് നവഭാസിസം കടവരുന്നത്. അതിലെ ഗ്ലോബൽ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞു, കോർപ്പറേറ്റ് മോഡലിന്റെ കാര്യം പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം, നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ സൃഷ്ടിച്ചത് കേവലം കമ്മ്യൂണലിസമാണ്. അതൊരു തെറ്റിദ്ധാരണ. അദ്ദേഹത്തിന്റെ ഉദയം നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ആവിർഭാവത്തിന് അടിത്തറപ്പെടുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ശക്തികളാണ്. കലാപത്തിന് ശേഷം അദ്ദേഹം തിരസ്കൃതരായി എന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ച സമയത്ത് ടാറ്റയും ബിർളയും ഗോയങ്കയും ചേർന്ന് വൈബ്രന്റ് ഗുജറാത്ത് എന്നൊരു സമ്മിറ്റ് ഉണ്ടാക്കുക. നോക്കുക, ആ വൈബ്രന്റ് സമ്മിറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അണിചേരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കർമ്മോത്സുകനായ വികസന നായകനായി നരേന്ദ്രമോദി വൈബ്രന്റ് സമ്മിറ്റിലൂടെ ഉരുത്തിരിഞ്ഞു. നോക്കുക എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലപരമായിട്ടുള്ള വർഗീയ കലാപങ്ങൾക്കപ്പുറത്ത് കോർപ്പറേറ്റുകളുടെ ഒരു സന്നിവേശത്തിലൂടെ ഒരു ഡെസ്പോട്ട്, ഒരു ഫാസിസ്റ്റ് ഉദിച്ചു.
ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിഷ്ക്രിയത്വമാണ്. ഇപ്പം ഇവിടെ കോൺഗ്രസിന്റെ ഒരു MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. KT ഗാസയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നമ്മളിവിടെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാസയിൽ യുദ്ധമില്ലാതാകും. നോക്കുക, എവിടെ അനീതിയുണ്ടോ അവിടെ നമ്മുടെ ശബ്ദം ഉയരണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ തായ്വഴികളിലുള്ള ഒരു വ്യക്തി, ഇന്ന് MLA ആയ ഒരു വ്യക്തിയാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. എത്രത്തോളം നമ്മുടെ പൊതുപ്രവർത്തനത്തിന്റെ പന്താവുകളിൽ വന്നിരിക്കുന്ന ശോഷണത്തിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. പ്രതികരണമില്ല. ഒരുപക്ഷെ നമ്മളെ പ്രതികരിപ്പിക്കാൻ വേണ്ടിയാണ് KT ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. എനിക്കിപ്പോഴും ഈ ടെഹ്റാനില് ഒരു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് അമേരിക്ക ബോംബ് വർഷിച്ച് 185 കുഞ്ഞുങ്ങളെ ഉരുക്കിയെടുത്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നിശബ്ദത പാലിച്ചു. പാർലമെന്റിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ട് ഇന്ത്യയുടെ ഈ മൗനത്തെ കുറിച്ച് പരാതിപ്പെടാറുണ്ട്. പക്ഷേ വിശ്വപൗരനായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തിന്റെ MP ഒരു പത്രത്തിൽ എഴുതി, സൈലൻസ് ഈസ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. നിശബ്ദത എന്ന് പറയുന്നത് നയതന്ത്രത്തിന്റെ മറ്റൊരു രൂപമാണ്. നോക്കുക എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ 2 അംഗങ്ങൾ ഈ നിശബ്ദതയാണ് ഏറ്റവും മികച്ച നയതന്ത്രജത എന്ന് പറയുന്നു. അതിനെ പ്രതിരോധിക്കാനോ അതിനെ ഖണ്ഡിക്കാനോ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിന് കഴിയാതെ ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥ. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് എന്റെ ഈ ദൗത്യം അവസാനിപ്പിക്കും. ബാഗ്ദാദിലെ അൽ അമീറിയ ഷെൽട്ടർ ദൃശ്യമുണ്ട്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചൊരു ബങ്കറായി, അതായത് യുദ്ധസമയങ്ങളിൽ സിവിലിയൻസിന് സുരക്ഷിതമായിട്ട് പ്രവേശിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു സിവിലിയൻ ബങ്കർ. ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് സിവിലിയൻസ് മാത്രമാണ് ഉള്ളത് എന്നറിഞ്ഞിട്ട് പോലും അമേരിക്ക ഒരു ലേസർ ഗൈഡഡ്, അതായത് ഈ ബങ്കറിന്റെ കിളിവാതിലിലൂടെ ലേസർ ഗൈഡഡ് ബോംബ് വർഷിക്കും. ഈ അലാറം കേട്ട് 408 പേര് ആ ബങ്കറിൽ എത്തിയിരുന്നു. ഈ ബോംബിന്റെ സ്ഫോടനത്തിൽ 408 പേരും ഉരുകിപ്പോയി. തലേദിവസം വിവാഹിതരായിട്ടുള്ള ഒരു യുവതിയും യുവാവും അവരുടെ വിവാഹ വസ്ത്രം കൊണ്ട് അവരെ ബങ്കറിലേക്ക് പ്രവേശിച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിസ്ഫോടനം സംഭവിക്കുന്നത്. ആ ആലിംഗനത്തോടൊപ്പം തന്നെ അവർ ആ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നു. നോക്കുക, നമ്മുടെ രാജ്യത്തിൽ 185 കുഞ്ഞുങ്ങൾ ഉരുകി ഭിത്തിയിലേക്ക് ചേർന്നപ്പോൾ മൗനം ആചരിക്കാൻ തോന്നിയെങ്കിൽ ഈ ഫാഷിസത്തിന്റെ സ്വാധീനം എത്രത്തോളം നമ്മുടെ രാജ്യത്തെ കൂടി ബാധിച്ചു എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ഘട്ടകാലഘട്ടത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ നുറുങ്ങുവട്ടങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. അത്തരത്തിലുള്ള നുറുങ്ങുവട്ടങ്ങൾ നൽകുന്ന പാന്താവിനോട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഈ പ്രതിസന്ധി മുറിച്ചു കടക്കാൻ കഴിയുള്ളൂ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഈ ഒരു കാലഘട്ടത്തെ പ്രതിരോധിക്കാനും വേണ്ടി ഇതുപോലുള്ള ധിഷണാപരമായിട്ടുള്ള സംഭാവനകൾ എല്ലാ വ്യക്തികളുടെയും ഭാഗത്ത് നിന്ന് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് KT ആ വഴിയിൽ ഒരു അമൂല്യമായ സംഭാവന നൽകിയിരിക്കുന്നു എന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.